നമസ്കാരം. കുറച്ച് നാളുകളായി നമ്മൾ ഒരു ബില്ലിനെ പറ്റി കേൾക്കുവാനിടയായിട്ടുണ്ട്. ആ ബിൽ ഭേദഗതി ചെയ്യുന്നതിനെ പറ്റി. CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട്, പൗരത്വ നിയമം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട് തയ്യാറാക്കിയതാണ് ഇന്ത്യയുടെ പൗരത്വം. ആ പൗരത്വം മുൻപ് 4 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇപ്പോൾ ഭേദഗതിക്ക് വേണ്ടി ചിലർ ശ്രമിക്കുന്നത്. മതം ഒരു മാനദണ്ഡമായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതിലൂടെ ചിലർ തങ്ങളുടെ പ്രത്യേക അജണ്ട നടപ്പിലാക്കുവാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരത്വം ലഭിക്കുവാനായിട്ട്, ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുവാനായി ഹിന്ദുമതക്കാർ, ജൈനമതം, പാഴ്സിമതം, ക്രിസ്ത്യമതം, സിഖ് മതം, ബുദ്ധമതം തുടങ്ങിയുള്ള മതക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഇതിൽ നിന്ന് ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ ഇവയിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മുസ്ലിം മതം ഇതിൽ പറയുന്നില്ല. ഏതൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക തുടങ്ങിയ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി പ്രധാനമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ആണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്ക് ഇടയായ രാജ്യങ്ങൾ ഇന്ത്യൻ പൗരത്വം നൽകുന്നത്. ഇതിൽ കാരണം വ്യക്തമാണ്. ചിലർ തങ്ങളുടെ പ്രത്യേക അജണ്ട നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോൾ ആ അജണ്ടയ്ക്ക് കീഴിൽ ഒരു വെല്ലുവിളി നേരിടുന്നു. കാരണം എപ്പോൾ വേണേലും സഖ്യകക്ഷികൾ ഒന്ന് മാറി ചിന്തിച്ചാൽ ചിലർ തങ്ങളുടെ വൻമരമായ ഭരണം മാറുമെന്നൊരു പേടിയുമുണ്ട്. പക്ഷെ ഈ പൗരത്വം എന്ന വിഷയം ഇത് ഭേദഗതി ചെയ്യുമ്പോൾ രാജ്യത്ത് പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കുവാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലർക്ക് തങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലർ ജയിലിൽ കിടക്കേണ്ടി വരും. ചിലർക്ക് അവരുടെ സ്വന്തം കുടുംബാംഗങ്ങളെ എല്ലാം വിട്ടുകളഞ്ഞ് അവർക്ക് ജയിലിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകേണ്ടി വരും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. ബംഗാളിലെ സോളദാന എന്ന ഗ്രാമത്തിൽ കമാൽ ഹുസൈൻ മണ്ഡൽ എന്ന 32കാരൻ ഇഷ്ടിക തൊഴിലാളിയാണ്. 13 വർഷമായി ഭാര്യ ഗൈറും നഹർ ബീവിയോടും 2 ആൺകുട്ടികളോടുമൊത്ത് സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരുന്നു. രാജ്യത്താകമാനം പൗരത്വ നിയമ ഭേദഗതി രജിസ്റ്റർ കൊണ്ടുവരാൻ പോവുകയാണെന്നും അത് ബംഗാളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുകയെന്നും വാർത്ത സെപ്റ്റംബർ മധ്യത്തിൽ ഈ വിദൂര ഗ്രാമത്തിൽ എത്തി. എല്ലാം മാറിമറിഞ്ഞു. ഭിന്നിപ്പിൻ്റെ ഈ നടപടിയിലൂടെ ഇന്ത്യയിലെ ഓരോ മനുഷ്യരും അവർ അല്ലെങ്കിൽ അവരുടെ പൂർവികർ ഇന്ത്യൻ പൗരന്മാരാണെന്നും പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഉള്ള നുഴഞ്ഞുകയറ്റക്കാരല്ലെന്നും തെളിയിക്കേണ്ടി വരും. പൗരത്വം തെളിയിക്കാനായില്ലെങ്കിൽ അവർ തടവിലാക്കും. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കമാൽ ഹുസൈൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. വിഷാദ രോഗത്തിലേക്ക് വഴുതി വീണു. നാടുകടത്തപ്പെടുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുമെന്ന ഭയത്താൽ കുടുംബത്തെ അനാഥമാക്കി അയാൾ ആത്മഹത്യ ചെയ്തു. ഇതുപോലെയുള്ളൊരു കാര്യം ഈ രാജ്യത്ത് അരങ്ങേറിയെങ്കിൽ അത് ഈ രാജ്യത്തെ ലജ്ജാവഹമാണ്. കാരണം ഈ രാജ്യത്ത് ഓരോ ജീവനും ഓരോ വിലയുണ്ട്. അവരോ അവരുടെ പൂർവികരോ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. പക്ഷേ ആ പേരിൽ അവർ എന്ത് പിഴച്ചു? അവർ കുടുംബമായിട്ടായിരിക്കും ഈ രാജ്യത്ത് താമസിക്കുന്നത്. ഈ രാജ്യത്ത് അങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തെ മാറ്റി കുടുംബത്തെ ഇവിടെ ആക്കി ജയിലിലേക്കോ അല്ലെങ്കിൽ നാട് കടത്തപ്പെടുകയോ എന്ന ചിന്ത കാരണം എത്ര പേരായിരിക്കും കഴിയുന്നത്? ഈ നിയമം ഈ രാജ്യത്തെ തന്നെ കാർന്നു തിന്നും. കാരണം ഈ രാജ്യം എല്ലാവരുടെയുമാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ വസിക്കുവാനുള്ള രാജ്യമാണ് ഈ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ശക്തികൾക്കും ആ ഇന്ത്യയുടെ ഐക്യം പിടിച്ചു മാറ്റുവാൻ പറ്റുകയില്ല. പൗരത്വ ഭേദഗതി ബില്ലിലൂടെയോ അല്ലെങ്കിൽ തങ്ങൾ ശ്രമിക്കുന്ന മതരാഷ്ട്രത്തിലൂടെയോ ഈ ശക്തി പിടിച്ചു മാറ്റുവാൻ പറ്റുകയില്ല. കാരണം നമ്മൾ പഠിച്ചു വളർന്നത് ഇന്ത്യ എൻ്റെ രാജ്യം, എല്ലാ ഇന്ത്യക്കാരും
സഹോദരനും സഹോദരിയുമാണ് എന്ന പ്രതിജ്ഞയാണ് നമ്മൾ പഠിച്ചു വളർന്നത്. ആ പ്രതിജ്ഞയിൽ തന്നെ നമ്മൾ ഉറപ്പായും ദൃഢമായും ഉറച്ചു നിൽക്കും. രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കപ്പെടുവാൻ നമ്മളെല്ലാം ഉറക്കെ ഒരുമിച്ച് പൊരുതണം.